ഇത് കാണുമ്പോ അറപ്പും വെറുപ്പല്ലേ അവർക്ക് എന്നോട് തോന്നുക. അങ്ങനൊന്നും അല്ല ശ്യാമേ. എനിക്ക് തന്നെ എന്നോട് അങ്ങനെയാവാ തോന്നുന്നത്. മോളെ 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 മതിയെ മതിയെ, എനിക്ക് ഇത്രയും മതി. ശ്യാമേ, എന്റെ കുഞ്ഞിനെ കൊന്ന് എന്റെ ഈ ശരീരം, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത ഈ ശരീരം, ഈ ചണ്ടി എനിക്കിനി വേണ്ട. എടി ശ്യാമേ, അതുകൊണ്ട് ഞാൻ പോവാ. ശ്യാമേ, അങ്ങനൊന്നും പറയരുത്. അയ്യോ ശ്യാമേ, എടി മോളെ, അയ്യോ ശ്യാമേ, അയ്യോ മോളെ, വിട്, പറയുന്ന കേക്ക്, വിട് കുഞ്ഞേച്ചി, പറയുന്നത് കേക്ക്, വിടമ്മേ, എന്താണ് നീ കാണിക്കണേ? എന്റെ പൊന്നു മോളെ, ഇനി എന്തിനാ അമ്മ ജീവിക്കുന്നേ? മോളെ, പൊന്നു മോളെ, മോളെ നോക്ക്. മോളെ, നീ ചണ്ടിയാണെന്ന് ആരടി പറഞ്ഞത്? ആർക്കും നിന്നെ വേണ്ടാത്ത. ഇവിടെ എല്ലാവർക്കും നിന്നെ വേണം. അല്ലാതെ ഞങ്ങൾക്കൊന്നും പറ്റില്ല. പൊന്നു മോളെ, സത്യമേട ഏറ്റവും വലിയ സ്വപ്നം ഒരു കുഞ്ഞ്. അത് കൊടുക്കാൻ കഴിയാത്ത എന്നെ എന്തിനു കൊള്ളാം കുഞ്ഞേച്ചി? കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്തിനാണ് പിന്നെ ജീവിച്ചിരിക്കുന്നത്? പേഷ്യന്റിന് മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവരുത്. അത്തരം കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യാനിടയാവരുത്. ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് ഇത് സംഭവിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. ഒരല്പം താമസിച്ചിരുന്നെങ്കിൽ നിനക്കൊരു കുറവും ഉണ്ടാവില്ല. സത്യമ്മയുടെ വീട്ടിൽ മഹാറാണിയെ പോലെ തന്നെ നിനക്ക് തിരിച്ചു ചെന്ന് കയറാം. ആരും നിന്നെ അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യില്ല. പരിഹാസത്തോടെ നിന്നെ ആരും നോക്കില്ല. നിന്റെ കുഞ്ഞിനെ ചെയ്തേ ഒരുക്കിയ ശ്മശാന നിന്റെ ശരീരം ഒന്നും ആരും പറയില്ല. നിന്നെ പൊന്നും പൂവും കൊണ്ട് മൂടുകയേ ഉള്ളൂ. എല്ലാം അറിഞ്ഞിട്ടുള്ള സഹതാപം അനുതാപം ഉണ്ടല്ലോ, അതെനിക്ക് വേണ്ട. അത് ഓരോ നിമിഷവും അതെന്റെ ഉള്ളു നീറ്റേ ഉള്ളു കുഞ്ഞേച്ചി. എന്തറിഞ്ഞാ മോളെ, നോക്ക്, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. നോക്ക്, എന്നെ നോക്ക്. നിന്റെ വയറ്റിലെ കുഞ്ഞ് ആഭൂഷനായിട്ടുമില്ല. 9 മാസവും 9 ദിവസവും പൂർത്തിയാവുമ്പോ നിന്റെ കയ്യിലൊരു കുഞ്ഞുണ്ടാവും. സത്യമ്മയുടെ കൊച്ചുമകനോ കൊച്ചുമകളോ. അതെങ്ങനെ നടക്കാനോ? നടക്കും. മെഡിക്കലി ഇറ്റ്സ് ഇമ്പോസിബിൾ. ശ്യാമയ്ക്കിനി ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാനാവില്ല. ശ്യാമയല്ല പ്രസവിക്കുന്നത്, പിന്നെ ഞാൻ. എന്തൊക്കെയാണ് നീ പറയുന്നേ? ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ശ്യാമയ്ക്ക് കൊടുക്കും അമ്മേ. നീ എന്താ ഈ പറയുന്നേ? നീ ഇനി ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിച്ച ശ്യാമയ്ക്ക് കൊടുക്കുന്നോ? മോളെ, അതിനൊക്കെ ഒരു നേരവും കാലവും ഒക്കെ ഇല്ലേ? ഞാനിപ്പോ ഗർഭിണിയാ. ഇന്നാ ഞാൻ ആ സന്തോഷ വാർത്ത അറിഞ്ഞത്.
അത് വിഷ്ണുവേട്ടനെ നിങ്ങളെല്ലാം അറിയിക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞു വന്നപ്പോഴും ഇവിടെ വയറുവേദനയായിട്ട് താങ്ങിയെടുത്ത് എല്ലാവരും കൂടി വീട്ടിന് വെളിയിലേക്ക് വന്നത്. ഡോക്ടറെ, ശരിയാ ശാരദാമ്മ. ഇന്നലെ തലചുറ്റലുണ്ടായി ശാലിനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ തന്നെ എനിക്കൊരു സംശയം തോന്നിയതാ. ടെസ്റ്റ് റിസൾട്ട് കൺഫേം ചെയ്തിട്ട് ഇന്ന് പറയാന്ന് കരുതി. റിസൾട്ട് പോസിറ്റീവാണ്. ഡേറ്റ് വെച്ച് നോക്കുമ്പോ ഞാനും ഷമിയും ഒരേ സമയത്താ പ്രഗ്നന്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഈ കാര്യം? ഷമിയുടെ കുഞ്ഞ് അബോഷൻ ആയിട്ടില്ല. അങ്ങനെ എല്ലാവരും അറിയാവൂ. ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ശ്യാമയ്ക്ക് നൽകും. അതെന്റേതാണെന്ന് ലോകത്താരും അറിയില്ല. ശാലിനി, ബട്ട് ഹൗ? എങ്ങനെയെന്ന് ഡോക്ടർ ചോദിക്കരുത്. അത് എങ്ങനെയെങ്കിലും ഞാനത് സാധിച്ചെടുക്കുന്നു മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. എങ്ങനെ? ഒരുപാട് ജീവിതങ്ങളുടെ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം അത്. ഡോക്ടർ, ഇതിന് പറയരുത്. കൂടെ ഉണ്ടാവണം. അത് ശാലിനി, എങ്ങനെ? പിന്നെ വേറൊരു കാര്യം, നമ്മൾ 4 പേരിൽ ഒതുങ്ങണം ഇക്കാര്യം. തല പോയാലും ഇക്കാര്യം മറ്റൊരാൾ അറിയരുത്. ദേ, നിന്റെ രോഹിത്ത് പോലും എന്നെ കൊണ്ട് വയ്യ കുഞ്ഞേച്ചി. ഗർഭമില്ലാത്ത ഞാനെങ്ങനെയാ ഗർഭിണിയായിട്ട് അഭിനയിക്കുന്നത്? നീ അഭിനയിക്കൊന്നും വേണ്ട. 1-2 ദിവസം കഴിഞ്ഞ സത്യാമ്മ നിന്നെ പ്രസവത്തിനായി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അവിടെ എന്തിനാ നീ അഭിനയിക്കാൻ പോകുന്നേ? അത് അവിടെ ആരുടെ മുന്നിൽ പോകുന്നില്ലല്ലോ നീ. എന്നാലും പിന്നീട് ഇതെല്ലാം പുലിവാലാവേ ഉള്ളൂ. നമുക്കൊന്നും ഒളിക്കണ്ട. നമുക്കിതെല്ലാം സത്യമ്മയോട് തുറന്നു പറയാം. വരുന്നത് പോലെ വരട്ടെ. നമുക്ക് പറയടി. ശ്യാമ, നിക്ക്. എടി, ഞങ്ങൾ പുറത്തു നിന്നപ്പോ നിനക്ക് അബോഷനായിന്ന് സംശയം തോന്നിയ സത്യാമ്മയ്ക്ക്. ആ നിമിഷം അവിടെ കുഴഞ്ഞു വീണതാ സത്യാമ്മ. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അവരെ പരിശോധിച്ച ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ? BP കൂടി വീണതാണെന്ന്. ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഇനി കാണുക കേൾക്കുകയോ ചെയ്യരുതെന്ന്. ബോധം അറിഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ചായത് നന്നായി. അല്ലെങ്കിൽ ഒരു പക്ഷെ ജീവൻ രക്ഷിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അത് ആ സത്യമ്മ എഴുന്നേറ്റ് വരുമ്പോ മുന്നിലേക്ക് ചെന്നെന്ന് പറയട്ടെ, നിന്റെ കുഞ്ഞ് അബോഷനായി പോയിന്ന്. എനിക്കൊന്നും അറിയില്ല കുഞ്ഞേച്ചി. ശാലിനി, നോക്കമ്മേ, എല്ലാം പറഞ്ഞതുപോലെ ആരും ഒന്നും അറിയാൻ പാടില്ല. അത് മോളെ, സത്യാമ്മയുടെ ജീവനും കൂടി വെച്ച് കളിക്കാൻ വയ്യ എനിക്ക്. അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ മോളെ, നിന്റെ ജീവിതോടെ നിനക്ക് സത്യമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു കയറാനുള്ള ഒരേ ഒരു വഴിയല്ലേ ഈ കുഞ്ഞ്. സീമന്തത്തിന്റെ സമയത്ത് നീ ഗർഭിണിയായിരുന്നു എന്നറിഞ്ഞ സത്യമ്മ എല്ലാം ക്ഷമിക്കുവേടി. ക്ഷമിക്ക്, സത്യമ്മ ഉണ്ടായിട്ട് വേണ്ടേ? ഇവളുടെ കാര്യം അറിയുമ്പോ തന്നെ അത് താങ്ങാൻ വയ്യാതെ സത്യമ്മ. ഈശ്വരാ. അമ്മേ, ഞാൻ പറയുന്ന പോലെ ചെയ്ത ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല. എനിക്കൊന്നും അറിയില്ല. ശാലിനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നതെല്ലാം നാളെ ഉണ്ടായിരിക്കും. പിന്നെ
എന്റെ വയറ്റിലെ കുഞ്ഞ് അത് ഇന്നൊരു ദിവസം ഉണ്ടായ പ്രതീക്ഷയാ. അതെന്റെ കൂടപ്പിറപ്പിന് കൊടുക്കാൻ അമ്മ സമ്മതിക്കണം. നമ്മുടെ എല്ലാവരുടെയും നല്ലതിനു വേണ്ടി പ്ലീസ്, എന്റെ പൊന്നു മോളെ പ്ലീസ്. അമ്മ ശ്യാമയുടെ കാര്യം ചോദിച്ചാൽ എന്താ പറയാ? അത് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചാലേ പറ്റൂ. അതെ, നിങ്ങൾ എല്ലാരും ഒന്ന് പുറത്തു നിൽക്കോ, അധികം ഡിസ്റ്റർബ് ചെയ്യണ്ട. നമുക്ക് പുറത്തേക്കാം. എണീക്കണ്ട, കിടന്നോളൂ. ശ്യാമ അവളിവിടെ. എനിക്ക് അവളെ ഒന്ന് കാണണം. ആ തള്ളയുടെ കാര്യം എന്തായോ എന്തോ. വിഷ്ണുട്ടാ, അമ്മ. അമ്മേ, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? മോനെ, ശ്യാമയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. വാ, നമുക്ക് ശ്യാമയുടെ അടുത്ത് പോവാം. അല്ല അമ്മേ, പതുക്കെ. അമ്മേ. അമ്മേ, അമ്മേ, ഒന്ന് പതുക്കെ. എന്റെ പൊന്നു മോളെ, നീ സത്യമ്മയെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താടി, എന്തു പറ്റി? എന്താന്ന്? സത്യമേ, ഞാൻ അങ്ങോട്ട് പൊട്ടിക്ക് മോളെ ബോംബ്. ഭാമാന്റിയുടെ ഹൃദയം കൂടെ അങ്ങോട്ട് പൊട്ടട്ടെ. മോളെ, എന്താന്ന് പറയാമോ? ആ സത്യമ്മേ, BP കൂടി സത്യമ്മ ഇവിടെ കുഴഞ്ഞു വീണെന്ന് കേട്ടല്ലോ. ഇതാണോ ഉരുക്കെന്ന് പറയുന്ന സത്യഭാമ? ഡോക്ടർ, ഞാൻ ശ്യാമയ്ക്ക് അബോഷനായെന്ന് വിചാരിച്ച്. ശ്യാമയ്ക്ക് അബോഷനായെന്നോ?
ആരാ നിങ്ങളോട് ഇത് പറഞ്ഞത്? അപ്പോ കുഴപ്പമൊന്നുമില്ലേ? ഒരു കുഴപ്പമില്ല. ശ്യാമയുടെ വയറ്റിലെ കുഞ്ഞ് സേഫാണ്. നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അപ്പോ അബോർഷൻ ആയില്ലേ? ഡോക്ടർ പറഞ്ഞത് സത്യമല്ലേ? എന്താ എന്നെ സത്യാമ്മയ്ക്ക് വിശ്വാസമില്ലേ? അല്ല, അങ്ങനെയല്ല. ശ്യാമയ്ക്ക് ഒരു കുഴപ്പമില്ല. വയറിന് പിടിക്കാത്ത എന്തോ ഉള്ളിൽ ചെന്നു. ചെറിയൊരു ഇഞ്ചക്ഷൻ കൊണ്ട് വേദന മാറിയിട്ടുണ്ട്. ശരി. ദൈവം കാത്തു. വഴിപാടുകൾ എത്ര ഈ സമയത്തിനുള്ളിൽ നേർന്നേന്നറിയോ? അല്ല അല്ല ഡോക്ടറെ, ഒരു പേഷ്യന്റിന് അബോർഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞത്? ശ്യാമ മാത്രമല്ല ഈ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് ആയിട്ടുള്ളത്. അല്ല, അത് പിന്നെ കുട്ടിക്ക് എന്താ വേണ്ടത്? അബോർഷനാണോ? സൗകര്യപ്രദമായൊരു ദിവസം ഹസ്ബൻഡിനെ കൂട്ടി വന്നോളൂ. ഭർത്താവിന്റെ സമ്മതപത്രവും രണ്ടുപേരുടെയും തിരിച്ചറിയൽ രേഖകളും കൂടി കരുതിയേക്കണം കേട്ടോ. മോളുടെ മുഖം എന്താ ഇങ്ങനെ? അവള് വല്ലാതെ പേടിച്ചു, അത്രേ ഉള്ളൂ. ആ, കുറച്ച് മെഡിസിൻസ് ഉണ്ടേ, അത് വാങ്ങിയിട്ടേ പോകാവൂ. ശരി ഡോക്ടർ. എന്തായാലും ആശ്വാസമായി. ചില ദുശകനങ്ങളെ കണ്ടാ തന്നെ ആ ദിവസം പോക. ആ, മോള് വാ, അധിക സമയം ഇവിടെ നിൽക്കണ്ട. വാ വാ മോളെ, മോള് വന്നേ. അധികം ഇവിടെ നിൽക്കണ്ട. വിഷ്ണു, നീ മരുന്ന് വാങ്ങി വന്നാ മതി, ഞങ്ങൾ പുറത്തുണ്ടാവും. മോളെ വാ. പ്രീതി, നീയും വാ. പിടിച്ചോളെ. ഞാനങ്ങോട്ട് പേടിച്ചുപോയി. വിഷ്ണു, വരുന്നു. എടോ, താൻ അമ്മ പറഞ്ഞൊന്നും കാര്യാക്കണ്ട, അറിയാലോ. എന്തേ, ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ലല്ലോ. ഞാൻ പോയിട്ട് വരാം.
കള്ളക്കളി നടക്കുന്നുണ്ട്. ശ്യാമിക്ക് അബോഷൻ ആയില്ലെങ്കിൽ പിന്നെ ശാരദാമ്മയുടെ മുഖത്തെന്താ ഒരു തെളിച്ചമില്ലാത്ത ഒരു കെട്ടിപ്പിടുത്തവും കരച്ചിലും.